ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അവിയൽ വെച്ചാലോ? ഒരു നാടൻ അവിയൽ. എന്നാ പോയാലോ വീഡിയോയിലേക്ക്? വാ. അവിയലിനായി നല്ല പച്ച തേങ്ങ തിരുവിയത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റാണ്. നല്ല ഫ്രഷ് തേങ്ങ തിരുമിയതാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അവിയലിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് മതി. അവിയലിനായതുകൊണ്ട് വെള്ളം കുറച്ച് മതി. ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരുവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയായിട്ടിരിക്കുന്ന തേങ്ങയാണ്, ഫ്രീസറിൽ ഇരുന്ന തേങ്ങയാണ്, അതാണ് കട്ടിയായിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഇളക്കി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പച്ച വെളിച്ചെണ്ണകൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഇതിനൊരു ടേസ്റ്റാണ്. ഞാൻ അതിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ലൊരു അവിയൽ റെഡിയായിരിക്കുകയാണ്. നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. അവിയലും വെച്ച് റൂമിൽ വന്നപ്പോഴത്തേക്ക് ചോറ് നോക്കിയപ്പോഴത്തേക്ക് ചോറ് മൊത്തം വെള്ളമാണ്. ഞാൻ പുതിയ അരിയാണ് മേടിച്ചത്, പക്ഷേ അത് ഊറ്റി കഴിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും തനി വെള്ളമായിപ്പോയി. നല്ല വെള്ളമുണ്ട്. നല്ല അവിയലും കൂട്ടി കുഴച്ചടിക്കാൻ നോക്കിയതാണ്, പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോറിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കഞ്ഞി രൂപത്തിലാക്കി. എന്നിട്ട് നമ്മൾ അവിയലും പപ്പടവും മുളക് ചാലിച്ചതും കൂട്ടി ഒരു അടിയാൻ കടിച്ചു. സംഭവം വേറെ ലെവൽ തന്നെ ആയിരുന്നു. അത് പലകഞ്ഞി രൂപത്തിലങ്ങ് അടിച്ചു. ചോറിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് മുളക് ചാലിച്ചതും ഇട്ട് അത് കഴിച്ചു. എന്തായാലും അരി മേടിച്ച് പോയി കളയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചു. അവിയൽ നല്ല സൂപ്പർ അവിയലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് അവിയലിന്. അപ്പോൾ ഉച്ചത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി പുതുകഞ്ഞി കുടിച്ചിട്ടാവാം ബാക്കി കാര്യം. ചോറ് കഞ്ഞിയായി പോയി.